ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നത്തെ ഒരു ഡേ എങ്ങനെയാണ് എൻ്റെയെന്ന് നമുക്കൊന്ന് കണ്ടാലോ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉള്ളതാണേ ഉള്ളൂ. ഞങ്ങൾക്ക് രാവിലെ അനാട്ടമിയുടെ ക്ലാസ് ഉണ്ടെങ്കിൽ രാവിലെ എണീക്കണം. അത് രാവിലെ ഒന്നും വേണ്ട, എങ്ങനെ പോലെ ഒരു 6-6:30 കൊള്ളിച്ച് എണീറ്റേ പറ്റുള്ളൂ. കാരണം 8 മണിക്ക് ക്ലാസ് തുടങ്ങും. അതിന് മുന്നേ പോയി കഴിച്ച് ക്ലാസ്സിലുണ്ടായില്ലെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം നോക്കണ്ട. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ എണീറ്റിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടെ ആർക്കും ഈ നേരത്തെ ക്ലാസ്സിന് എണീക്കാൻ താല്പര്യമില്ല കേട്ടോ. പിന്നെ എങ്ങനെയൊക്കെയോ എണീറ്റല്ലേ പറ്റുള്ളൂ എന്ന് ആലോചിച്ചിട്ട്. കാരണം ക്ലാസ് കയറിയില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളതുപോലെ ഞങ്ങൾക്ക് പണി കിട്ടും. അതുകൊണ്ടാണ് ഞങ്ങൾ ക്ലാസ്സിൽ കയറാൻ വേണ്ടി കഷ്ടപ്പെട്ടാണ് രാവിലെ എണീക്കുന്നത്. എണീറ്റ് വന്ന ഉടനെ ഞങ്ങളിത് വിൻഡോ ഓപ്പൺ ആക്കുന്നത് എൻ്റെ പണിയാണ് കേട്ടോ. കാരണം അടച്ചിട്ടില്ലെങ്കിൽ രാവിലെ കുറേ മൊത്തം മരവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഓരോ സാധനങ്ങളൊക്കെ റൂമിലോട്ട് വന്ന് കയറും. അങ്ങനെ അത് കഴിഞ്ഞത് ഫ്രഷ് ആവാനായിട്ട് ഞാൻ പോയി. എൻ്റെ ഓഡിയോ എടുക്കാനിടയ്ക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകും. കാരണം ഞാൻ പുറത്തിരുന്നാണ് എടുക്കുന്നത്. വണ്ടികളൊക്കെ ഹോസ്പിറ്റലൊക്കെ ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വണ്ടികളൊക്കെ പോകുന്നതുകൊണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവുമെന്നും തോന്നരുത്. അങ്ങനെ ഫ്രഷ് ആവാനൊക്കെ പോയി ഇതേ ഫ്രഷ് ആയൊക്കെ വന്നു. റൂമിൽ ഒരു കുട്ടി നാട്ടിൽ പോയേക്കാണ്. അധികം ആൾക്കാരൊന്നും ഇല്ല ഹോസ്റ്റലിലാണെങ്കിലും. ഞങ്ങൾ ഹോമിയോപ്പതിയുടെ ഹോസ്റ്റലിലാണെങ്കിലും മൊത്തം പിള്ളേർ വെക്കേഷനൊക്കെ ആയിട്ട് പോയേക്കണോണ്ട് ഭയങ്കര സൈലൻസാണ് ഹോസ്റ്റലിൽ മൊത്തം. അങ്ങനത്തെ റെഡിയായി മുടി കെട്ടുക എന്നുള്ളതാണ് എനിക്കൊരു വലിയ ടാസ്ക് രാവിലെ. കാരണം എന്ത് കാണിച്ച് കെട്ടുമെന്നറിയാൻ പാടില്ല. നാട്ടിലായിരുന്ന സമയത്തൊക്കെ ഓരോ രീതിക്ക് ഭംഗിക്കൊക്കെ ഒതുക്കി കെട്ടി പോകാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇവിടെ ആകുമ്പോൾ ഒന്നാമത് ഇത്ര നേരത്തെ എണീക്കുന്നു, എന്ത് കാട്ടിക്കൂട്ടി കാണിച്ചിട്ടാരും കാണാനും ഇല്ല. അങ്ങനെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി കെട്ടി എൻ്റെ യോഗ മെറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചു കേട്ടോ. ഡെയിലി ബാഗിനകത്ത് തന്നെ വെക്കാൻ കുറേ സാധനങ്ങളും കാര്യങ്ങളുണ്ട്. ഇന്നാണെങ്കിൽ എനിക്കൊരു സെമിനാറുള്ള ദിവസമാണ് ഫിസിയോളജിയുടെ. സോ അത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. എന്നാലും ടെൻഷൻ ഉണ്ട്. അങ്ങനെ വലിയ ടെൻഷനൊന്നുമില്ല. കാരണം ഇപ്പോൾ ഈ അനാട്ടമിക്കൊക്കെ എല്ലാ ദിവസവും മുമ്പിൽ പോയി എന്ന് പറയുന്നതുകൊണ്ട് സ്റ്റേജ് ഫിയറും കാര്യങ്ങളൊന്നുമില്ല. എന്നാലും അതൊന്ന് റിവൈസൊക്കെ ചെയ്ത് നോക്കിയിട്ട് ബാഗിനകത്ത് എല്ലാ സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചു. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും കഴിക്കാൻ നേരമില്ലാത്തതുകൊണ്ട് മേടിച്ച് വെച്ചാൽ ഫ്രൂട്ട്സും ഇതൊക്കെ ചീത്തയാവുന്നുള്ളതുകൊണ്ടും ഞാൻ അതാണ് ഇന്ന് കട്ട് ചെയ്ത് കൊണ്ടുപോകണേ. ഇതാണെങ്കിൽ 2 ബ്രേക്ക് ഉണ്ട് ഞങ്ങൾക്ക്. അനാട്ടമിക്കും ഫിസിയോളജിക്കും ഒക്കെ ബ്രേക്ക് കിട്ടുമ്പോൾ ആ സമയത്ത് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കും. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ കുക്കുംബറും ആപ്പിളുമാണ് ഇന്ന് എടുത്ത് വെച്ചത്. പിന്നെ എല്ലാ ദിവസം പോലെ വീട്ടിലേക്ക് വിളിക്കുകയും ചെയ്തു. മുന്തിരി വെള്ളത്തിട്ടതും ആപ്പിളൊക്കെ കഴിച്ചാൽ തൽക്കാലത്തേക്കുള്ളതൊക്കെ എടുത്ത് കോട്ട് വിട്ട് ഇറങ്ങാൻ പോകണം കേട്ടോ. ഇപ്പോൾ തന്നെ മണി 7:30. രാവിലെ എണീക്കണം കൊള്ളാം 6:30 ആകുമ്പോൾ. എങ്ങനെയാണ് സമയം പോകണത് ഒരു പിടുത്തമില്ല. വിത്തിൻ സെക്കൻഡാണ് ടൈം പോകണത്. ഇനി ഒരു ഓട്ടപ്പാച്ചിലാണ്. താഴെ പോകണം, വെള്ളം എടുക്കണം, ഓടണം. അതുകൊണ്ടാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് സമയത്ത് മുടങ്ങുന്നത്. പിന്നെ മുടങ്ങാൻ നടക്കുന്നൊരു കാര്യം ഇതാണ്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാതെ ഞാൻ പോകില്ല. പ്രാർത്ഥിക്കുകയും വേണം, എനിക്ക് എൻ്റെ അമ്മയെ വിളിക്കുകയും വേണം. ഈ 2 കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അന്നത്തെ ദിവസം എനിക്ക് എന്തൊക്കെയോ ഡിസ്കംഫേർട്ടാണ്. അങ്ങനെ അതും കഴിഞ്ഞത് ഇറങ്ങുവാണ് കേട്ടോ. ഇനി റൂം അലോണാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്ഥലം സത്യം പിന്നെ റൂമാണ്. നല്ല സമാധാനം. വൈകുന്നേരം ഇങ്ങോട്ട് വന്നെ വരെ ഒരു മൂകതയാണ്. ഞങ്ങളുടെ താഴത്തെ ഫ്ലോറിലൊരു കണ്ണാടി ഉണ്ട്. ഇവിടെ നേരണം. അപ്പോൾ രാവിലെ അനാട്ടമിയുടെ ക്ലാസ് നടന്നു. നല്ല അടിപൊളി സാറാണ് കേട്ടോ. അതിന് എൻ്റെ സെമിനാർ കഴിഞ്ഞപ്പോൾ ഞാൻ ഫിസിയോളജി പീരീഡ് ഇരുന്നിട്ട് തിന്നുകയാണ് രാവിലെ എടുത്തുകൊണ്ട് പോയ സാധനം. പിന്നെ വൈകുന്നേരം എപ്പോഴേക്കും പ്രാക്ടിക്കലൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് പോകും.